മന്നേറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ മത്തി പെപ്പർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു മുമ്പിൽ നമുക്ക് കുക്കർ മത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ വെച്ച് മത്തി ഫ്രൈ ചെയ്യണത് എങ്ങനെയാണ്, ഓയിൽ ഒന്നും ഇല്ലാതെ 2 ടേബിൾ സ്പൂൺ ഓയിലിൽ തന്നെ കുക്കറിൽ വെച്ച് നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതും വളരെ ടേസ്റ്റാണ്. ചെറിയ ചാറോടുകൂടെയാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്വാദിഷ്ടമായ മത്തിയാണത്. അതുപോലെ തന്നെ ഇത് നമുക്കിന്ന് പെപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കുക്കറിലല്ല, ഇത് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ചട്ടിയിൽ വെച്ചിട്ടാണ്. നമുക്ക് കുരുമുളകാണ് യൂസ് ചെയ്യണത്. മത്തി പെപ്പർ മത്തി എന്ന് പറയാം. നിങ്ങൾ പെപ്പർ മത്തി മസാല എന്നോ എന്ത് വേണമെങ്കിലും പറയാം. വളരെ സ്വാദിഷ്ടമായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് എണ്ണ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പം 5 വലിയ സൈസ് മത്തി, ഇത് നല്ല നെയ്യുള്ള മത്തിയാണ്. ഞാൻ ഇപ്പം ഇങ്ങനെയാണ് വച്ചിട്ടുള്ളത്. അതായത് ഈ തലയോടുകൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഈ തലയും ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കളയാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പക്ഷേ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നല്ല നെയ്യുള്ള മത്തി എടുക്കുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. ഈ വലിയ മത്തി ഇരുന്നാലും ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടാകും. ചില മത്തിക്ക് നെയ്യ് ഉണ്ടാകും, ചില മത്തിക്ക് നെയ്യ് ഇല്ലാത്തതായിരിക്കും. നെയ്യുള്ള മത്തിയാണെങ്കിൽ വളരെ സ്വാദായിരിക്കും. ഞാൻ ഇപ്പം ഒരുപാട് എടുക്കണില്ല, ഒരു 5 മത്തി വെച്ചാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇപ്പോൾ ഒരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കറി വയ്ക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഞാൻ ഇപ്പം ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 20 ചെറിയ ഉള്ളി എടുക്കുക. അതാണ് വലിയ സ്വാദ്. ഇപ്പം എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ലാർജ് സൈസ് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതിയാകും. കുറച്ച് വേണമെങ്കിൽ ഇടാം. ഇപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പർ അല്പം കൂടുതലാണ്. 1 ടീസ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്കൊക്കെ പെപ്പറിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂൺ വരെ എടുക്കാം. 1.5 ടീസ്പൂൺ എടുത്താലും മതിയാകും. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എനിക്ക് നല്ല കളറുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാത്തത്. മുളകിന് കളർ കുറവാണെങ്കിൽ ഒരു ശകലം കാശ്മീരി ചില്ലി യൂസ് ചെയ്തേക്കാം. ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. നമുക്കിത് നല്ല ചാറല്ല, അത് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ചിടുക. ഒരുപാട് ഇടണ്ട, നമുക്ക് വെള്ളാംശം കൂടുതലില്ലാത്തതുകൊണ്ട്. ഇനി കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് ഞെരടി വിടാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ നല്ലപോലെ മിക്സ് ആകത്തില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഞെരടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൈ കഴുകി ഒന്ന് വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കാം. നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിക്കാം. ശകലം കൂടെ വെള്ളം ഒഴിക്കണുണ്ട്. ഇതൊന്ന് തിളച്ചിട്ടാണ് ഇതിൽ മത്തി ഇടേണ്ടത്. അപ്പോൾ നല്ലവണ്ണം തിളക്കിട്ടത്. വെള്ളം ഒരുപാട് വെച്ചിട്ടില്ല, ഒരു ശകല വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഉപ്പ് പുളിയൊക്കെ ഇപ്പോൾ തന്നെ നോക്കുക. എനിക്കിപ്പോൾ കറക്റ്റാണ്. ഒരു ശകലം പുളി കുറവുണ്ടായിരുന്നു, ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ചൂടോടുകൂടെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓയിലിൽ വഴറ്റിയിട്ട് പുളിവെള്ളം ഒഴിച്ചാൽ മതിയാകും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഉടഞ്ഞിട്ടില്ല, ചെറുതായിട്ട് പറ്റുന്നത് പോലെ ഉടച്ചു ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് പരത്തി വയ്ക്കാം. സ്പൂൺ കൊണ്ട് ആ മസാല ഒന്ന് പുറത്തെടുത്തിടാം. ഈ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. കുറച്ച് സമയം ഒന്നിരുന്ന് കുക്കാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അടച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് മസാലകൾ മുകളിൽ പറ്റണത് പോലെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കണ്ട. ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാകും. ലോ ഫ്ലെയിമിൽ പറ്റണത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിനി കുക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയുണ്ടായിരുന്നു. താഴെ ഒന്നും പിടിച്ചിട്ടില്ല. സ്പൂൺ കൊണ്ട് ഇളക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് തിരിച്ചിടാം. നിങ്ങൾ സ്പൂൺ വെച്ച് ഓരോ പീസുകളായിട്ട് എടുത്ത് പറഞ്ഞാൽ 2 സൈഡും വേകാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ ഒന്ന് തിരിച്ചിടാം. ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിയായ പെപ്പർ മത്തി. നിങ്ങളിതിൽ പുളി ഉപ്പ് നോക്കുക കറക്റ്റാണോ എന്ന്. കുറവാണെങ്കിൽ അല്പം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി വിടാം. ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ട്
അടുത്ത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യാണ്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കടുക് പൊട്ടിച്ചൊഴിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇടാം, കുറച്ച് കുഞ്ഞുള്ളി ഇടാം, കുറച്ച് കരിവേപ്പില ഇടാം, കുറച്ച് വറ്റൽ മുളക് ഇടാം. നിങ്ങൾ കടുക് പൊട്ടിക്കുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ കൂടെ ഇട്ടേക്കുക. ഞാൻ ഉലുവ പൊടിയാണ് ഇടാൻ പോണത്. ഇവർക്ക് ഉലുവ പൊട്ടിച്ചിടുമ്പോൾ അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വരുമ്പോൾ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടി ആഡ് ചെയ്യാൻ പോയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ കുറച്ച് ഉലുവ കൂടെ ഇട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങളിപ്പോൾ താളിച്ച് ഒഴിക്കണമെന്നില്ല. അതും വളരെ ടേസ്റ്റുമാണ് നമ്മുടെ കറി. ഞാൻ ഇപ്പോൾ ചുമ്മാ ഇത് ഒഴിക്കണമെന്നേ ഉള്ളൂ. ഒരു നുള്ള് ഉലുവാപ്പൊടി ഇടുകയാണ്. നിങ്ങൾ ഉലുവ പൊട്ടിക്കണമായിരുന്നു, ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നമ്മുടെ ഫിഷിലോട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെക്കണം. നിങ്ങൾ ഒരല്പസമയം അടച്ച് വെക്കുകയാണെങ്കിൽ അത് മുകളിൽ ആ ഫ്ലേവറൊക്കെ പുറത്ത് പോകാതെ അകത്ത് തന്നെ ഇരുന്ന് അല്പം കൂടെ സ്വാദ് കൂടും. ഇനി നമുക്ക് എല്ലാം റെഡിയായി കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ പെപ്പർ മത്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല ഫ്ലേവറാണ് വരുന്നത്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഞാനിത് താളിച്ചൊഴിച്ചത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ 5 മത്തിയുടെ അളവാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ എമൗണ്ട് കൂടുതൽ എടുക്കണമെങ്കിൽ മസാലയുടെ അളവുകൾ കൂടുതലെടുക്കാം. ഇതിനിപ്പം ഞാനിപ്പം വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സവോളാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കുക. എന്ന് പറഞ്ഞാൽ സവോളയ്ക്ക് എപ്പോഴും ഒരു ടേസ്റ്റ്, ഒരു സ്വീറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ചോറിന് മാത്രമല്ല കപ്പയ്ക്കും അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്